ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വർഷത്തിൻ്റെ രണ്ടാമത്തെ മാസത്തിലേക്ക് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് കൃപ തന്നത് വളരെ നന്ദിയോടെ ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. നമ്മറിയുന്ന പ്രിയപ്പെട്ടവർ തന്നെ എത്രയോ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണെന്നുള്ളതായ ബോധ്യത്തോടു കൂടി നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അപ്രതീക്ഷിതമായ വേർപാടിൻ്റെ വേദനയിൽ കഴിഞ്ഞുകൂടുന്ന അങ്കമാലിയുടെ കുടുംബത്തെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടിരിക്കാം. ദൈവത്തിൻ്റെ വചനം അവരെ ആശ്വസിപ്പിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. നാം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വിനയത്തോടെ ഓർക്കേണ്ടുന്നൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കാറുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ വളരെ ചുരുക്കം കാലം ജീവിക്കുന്ന ആളുകളാണ്. ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെയുള്ള ജീവിതമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. എന്നാൽ പത്രോസ് നമ്മെ ഓർപ്പിക്കുന്നൊരു വലിയ സത്യം വചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കർത്താവ് നമുക്ക് തരുന്ന ആയുസ്സിൻ്റെ ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് പ്രമാണിച്ച് നമ്മുടെ പ്രാണപ്രിയൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങളിൽ പഠിപ്പിച്ചതായ പ്രധാനപ്പെട്ടൊരു ചിന്താവിഷയമാണല്ലോ നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളായിട്ട് ഓർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ആത്മീക ശുശ്രൂഷകൾ പോലും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല, ദൈവത്തിന് വിളങ്ങേണ്ടതിന് എന്നുള്ളതായ ലക്ഷ്യത്തിൻ്റെ ഏകാഗ്രതയിൽ ജീവിക്കാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതായ കാര്യമാണ് നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ആത്മീകമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്നുള്ളതായ കാര്യം പരമാർത്ഥതയോടെ പരിശോധിക്കുവാനും, വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായ ലക്ഷ്യത്തിലേക്ക് മടങ്ങി വരാനും സാധിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രമാണം 3 ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നത്. അതിൽ 3-ാമത്തെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തുവാൻ ഇടയായിട്ട് തീർന്നത്. ഉപവസിക്കുക എന്നുള്ളത് ആ കാലത്ത് ഇസ്രയേലിലെ ആത്മീക വിവേകമുള്ള ആളുകൾ ചെയ്തു വന്നിരുന്ന കാര്യമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ആ നല്ല കാര്യത്തിൻ്റെ നടുവിലും നമ്മുടെ ലക്ഷ്യം മാറിപ്പോകുന്നതിനുള്ളതായ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വാടിയ മുഖം കാണിക്കുകയാണ്. വാടിയ മുഖം കാണിക്കുന്നു എന്നുള്ളതായ ആ പ്രയോഗം തന്നെ എത്രയോ വ്യക്തമായിട്ട് അതിൻ്റെ അർത്ഥം നമ്മോട് പറയുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അവരുടെ മുഖം കണ്ടാൽ അവർ ഉപവസിക്കുകയായിരുന്നു എന്നുള്ളത് മനുഷ്യർ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വാടിയ മുഖം കാണിക്കുന്ന രീതി ദൈവജനമെന്ന് വിളിക്കപ്പെടുന്ന ഇസ്രയേലിൻ്റെ നടുവിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം കാണുവാനിടയായിട്ട് തീർന്നു. അതിനെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാനിടയായിട്ട് തീർന്നതാണ്. രണ്ടാമത് ഒരു കാര്യം കൂടി കർത്താവ് അവിടെ എടുത്ത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉപവസിക്കുമ്പോൾ അവർ മുഖം വിരൂപമാക്കുന്നു എന്ന് പറഞ്ഞാൽ മുഖത്തുള്ളതായ ആ വൈരൂപ്യവും ക്ഷീണവുമൊക്കെ അവരുടെ ഉപവാസത്തിൻ്റെ ലക്ഷണമായിട്ട് മനുഷ്യർ മനസ്സിലാക്കട്ടെ എന്നുള്ള
വിചാരത്തിലാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ കർത്താവ് ഈ പ്രസംഗം പറയുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരത് അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട്. വലിയൊരു പുരുഷാരം ദൂരെ ഇരുന്നും അത് കേൾക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. ഇതൊക്കെ അവർ സാധാരണ കാണുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ കാണുന്ന കാര്യമാകൊണ്ട് ഈ വാക്കുകൾ എത്രയോ ആഴമായി അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യം ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അതിന് നേരെ വിപരീതമായുള്ള കാര്യങ്ങളാണ് അധികവും നമ്മൾ കാണാനിടയായിട്ട് തീരുന്നത്. ഇപ്പം ആരും മുഖം വിരൂപമാക്കാനായിട്ട് ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖം കൂടുതൽ ഭംഗിയുള്ളതാക്കി തീർക്കാനുള്ളതായ വലിയ ശ്രമവും അങ്ങനെയുള്ളതായൊരു പ്രവണതയും ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ വളരെ വ്യാപകമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊരറിയാവുന്ന സത്യം ഞാനിവിടെ എടുത്തു പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വാക്യങ്ങൾ വായിക്കുന്നില്ല. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 26-28 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനോടുള്ള ബന്ധത്തിൽ 2 കാലഘട്ടങ്ങളുടെ ആവർത്തനമുണ്ടാകും എന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണത്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? സ്ത്രീ സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വഴിതെറ്റിയ കാലമായിരുന്നു നോഹയുടെ കാലം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാ വാക്യങ്ങൾ വായിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഈ വാചകം മനസ്സിലാകാത്ത ആളുകൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ഒന്ന് വായിച്ച് നോക്കിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കവിടെ വളരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നോഹയുടെ കാലം അങ്ങനെയുള്ളതായൊരു കാലമായിരുന്നു. പിന്നെ കർത്താവ് പറഞ്ഞു, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ. നോഹയുടെ കാലവും ലോത്തിൻ്റെ കാലവും തമ്മിൽ കുറച്ച് ബന്ധങ്ങളുണ്ട്, പക്ഷെ സാരമായൊരു വ്യത്യാസമുണ്ട്. പുരുഷ സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി പാപം ചെയ്ത കാലമായിരുന്നു ലോത്തിൻ്റെ കാലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശദാംശങ്ങൾ അറിയേണ്ടവർ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വായിച്ച് നോക്കിയാൽ അത് വളരെ വ്യക്തമായിട്ട് അവിടെ വിശദീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിന്ന് രാത്രി രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ പറയട്ടെ. സ്ത്രീ സൗന്ദര്യത്തിനും പുരുഷ സൗന്ദര്യത്തിനും അമിതമായ പ്രാധാന്യം കൊടുക്കുന്നതായ ഒരു സംസ്കാരത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ വന്നിരുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. നമ്മുടെ കർത്താവ് എന്താ ലൂക്കോസ് 17 പറഞ്ഞത്? നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവിലും ആകും. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇപ്പോൾ നമ്മുടെ കൊച്ചു കവലകളിൽ പോലും പ്രത്യേകതരം ബ്യൂട്ടി പാർലറുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ, പിന്നെ ചില പാർലറുകളൊക്കെ 2 കൂട്ടർക്കും ഒരുമിച്ച് ഉപയോഗിക്കാവുന്ന നിലയിലും ഒക്കെയുള്ള ബോർഡുകൾ നമ്മൾ സാധാരണ കാണാറുണ്ട്. എൻ്റെ ബാല്യകാലത്തൊന്നും അങ്ങനെ ഒരു സ്ഥാപനം അങ്ങനെ കണ്ടിട്ടേയില്ല, അങ്ങനെ ഒരു രീതിയേ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായതായ ഒരു വ്യത്യാസമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെയും ഇതിൻ്റെ ഈ വലിയ അതിപ്രസരം നമ്മുടെ പ്രാണപ്രിയൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു എന്നുള്ളത് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുക്കത്തോടെ ജീവിക്കാനായിട്ട് ദൈവാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്കിവിടെയുള്ള പ്രതിപാദനം ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. പിന്നെ ഞാൻ ഈ പ്രയോഗം വന്നപ്പോൾ അതൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉപവസിക്കുന്ന ആളുകൾ തങ്ങളുടെ മുഖം വിരൂപമാക്കിക്കൊണ്ട് തങ്ങൾ ഉപവസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദൈവത്തിനെല്ലാം നന്നായിട്ട് അറിയാമല്ലോ.
മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അങ്ങനെ ഉള്ളതായ രീതികൾ ആ കാലഘട്ടത്തിൽ വളരെ വ്യാപകമായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ വളരെ കാതലായൊരു ആത്മിക സത്യം ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ഉപവാസത്തെ മനുഷ്യരുടെ മുമ്പാകെ പരസ്യമാക്കേണ്ടതിനു വേണ്ടിയാണ് ഇവരിങ്ങനെ വാടിയ മുഖം കാണിക്കുകയും അതുപോലെ മുഖം വിരൂപമാക്കുകയും ഒക്കെ ചെയ്തിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു വാചകം പ്രാർത്ഥനയോടെ പറയുകയാണ്. സാക്ഷ്യത്തിലോ സന്ദേശത്തിലോ അച്ചടി മാധ്യമത്തിലോ നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്യമാക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് വളരെ രഹസ്യ സ്വഭാവത്തിൽ ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ കാരണമുണ്ട്. ആ കാരണം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി അത് ഒന്നുകൂടി പറഞ്ഞ് ഉപസംഹരിക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഇതൊക്കെ രഹസ്യമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പരസ്യമായി ചെയ്യുന്ന വ്യതിചലനത്തിലേക്ക് അവർ വഴുതിപ്പോയി എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനു വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനുള്ള ആവശ്യകത ഉണ്ട്. ഈ വേദഭാഗത്ത് ഈ 18 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് 3 വട്ടം ആവർത്തിക്കുന്ന 2 സമാനമായ പദപ്രയോഗങ്ങൾ കൂടി ഓർപ്പിച്ച് നമുക്ക് അവിടെ നിന്ന് മുൻപോട്ട് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ 3 വട്ടം ആവർത്തിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയുമായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. എങ്കിലും ചോദിച്ച് പറയാൻ സമയം കളയണ്ട എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ കർത്താവ് 3 വട്ടം പറഞ്ഞു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. ആ വാക്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോളൂ. അതിലൊരു വാക്യം ഒന്ന് വായിക്കുകയും ചെയ്യാം. 2ഉം 5ഉം 16ഉം വാക്യങ്ങൾ നോട്ട് ചെയ്തോളൂ. അതിൽ 16ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു പോകാം. ബാക്കി 2 വാക്യങ്ങളിലും അതിൻ്റെ ആവർത്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 16ാമത്തെ വാക്യം, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ അവിടെ കർത്താവ് എന്തു വ്യക്തമായിട്ടാണ് പറയുന്നത്? അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. അത് പറയുമ്പോൾ കർത്താവ് 3 വട്ടം പറയുന്നു എന്നുള്ളൊരു പ്രത്യേകത. ഈ 18 വാക്യത്തിനുള്ളിൽ 3 വട്ടം അത് പറയുകയാണ്. ഈ ഓരോ ഉദാഹരണം പറയുമ്പോൾ ഇത് ആവർത്തിക്കുകയാണ്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. പിന്നെ അതിൻ്റെ പ്രാധാന്യത്തിൽ മറ്റൊരു പ്രയോഗം അവിടെ ഉണ്ടല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? പ്രതിഫലം കിട്ടിപ്പോയി എന്ന് കർത്താവ് പറയുമ്പോൾ പറയാം, അത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താ അത് പറയാൻ കാരണം? ഇങ്ങനെ ചില വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ കർത്താവ് അതങ്ങനെ ഉറപ്പിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഭിക്ഷ കൊടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ ഇത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. കിട്ടിപ്പോയ പ്രതിഫലം ഏതായിരിക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം മനുഷ്യരുടെ മാനത്തിന് വേണ്ടി ചെയ്യുന്നതായ കാര്യം, മനുഷ്യരാലുള്ള മാനം ഉണ്ടെങ്കിൽ കിട്ടാൻ അത് മുഖാന്തരമായിട്ട് തീരും. അപ്പോൾ കർത്താവ് ഇതൊരു ഗൗരവതരമായ മുന്നറിയിപ്പായിട്ടാണ്
ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അവർ ഭിക്ഷ കൊടുത്തപ്പോൾ അവരുടെ നന്നായിട്ട് ഭിക്ഷ കൊടുത്താൽ കയ്യിൽ നിന്നുള്ള പൈസ അതിന് ചിലവാകും. അപ്പോൾ പണം അതിന് ചിലവാക്കിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയവും വേർതിരിച്ചിട്ടുണ്ട്. അതിനുള്ള എഫേർട്ടും ചിലവാക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഉപവസിക്കുമ്പോഴും അതിൻ്റെ ബദ്ധപ്പാടുകൾ ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ലക്ഷ്യം മാറുമ്പോൾ, ഈ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ച കാര്യം, അതിലുള്ളതായ ലക്ഷ്യം മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ കിട്ടിപ്പോകുന്നതിന് കാരണമായിട്ട് തീരുന്നു എന്നുള്ളത് എത്രയോ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പാഠം പഠിക്കാതെ പോയാൽ നമുക്ക് നിത്യതയിൽ കിട്ടേണ്ടതായ പ്രതിഫലം കിട്ടാതെ പോവുകയും അത് കേവലം ഇവിടെ മനുഷ്യൻ്റെ മാനത്തിന് മാത്രം ഉതകാൻ ഇടയായിട്ട് തീരുകയും ചെയ്യും എന്നുള്ളത് എത്രയോ ഗൗരവമായി നാം ഉൾക്കൊള്ളേണ്ടിയതായ കാര്യമാണ്. ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാനിവിടെ ഒരു വാചകം ഓർപ്പിക്കുന്നു. തെറ്റായ ലക്ഷ്യം സ്വർഗീയ പിതാവ് നൽകുന്ന പ്രതിഫല നഷ്ടത്തിന് കാരണമായി തീരും എന്നുള്ളത് ഭയത്തോടെ ഉൾക്കൊള്ളണം. അപ്പം നമ്മുടെ കർത്താവ് ഈ സത്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മൾ തെറ്റായ ലക്ഷ്യത്തിൽ ആത്മീക കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കുന്നതിന് മുഖാന്തരമായിട്ട് തീരേണ്ടുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തമായ ആത്മീയമായ കാര്യങ്ങളും അധ്വാനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം തെറ്റായി തീർന്നാൽ അത് വളരെ അപകടകരമാണ് എന്നുള്ളത് നമ്മുടെ ഗുരുനാഥൻ എത്ര മനോഹരമായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നത്. നമ്മൾ വിശ്വാസിയിൽ പാപം എന്നുള്ള പുസ്തകത്തിൽ പാപത്തിൻ്റെ മൂലഭാഷയുള്ള പദം ചുരുക്കമായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട്. ഹമാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം മിസ്സിംഗ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ല ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ ലക്ഷ്യം തെറ്റുവാൻ ഇടയായിട്ട് തീരുന്നത് വലിയ നിത്യതയിലെ നഷ്ടത്തിന് കാരണമായിട്ട് തീരും എന്നുള്ളതായ ആ ഗൗരവതരമായ സത്യം ഇവിടെ ഉൾക്കൊള്ളേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ആത്മീക ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്നിരിക്കലും ആ ശുശ്രൂഷകളുടെ ലക്ഷ്യം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകുന്നതിന് വളരെ സാധ്യത ഉണ്ട്. നമുക്കറിയാം, ദാവീദ് രാജാവ് എഴുതിയ ചില സങ്കീർത്തനങ്ങളിൽ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുകയും പരിശോധിക്കുകയും പാപങ്ങളെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് അനേക സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിലൊക്കെ നമ്മുടെ ഒരു പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ള ഒരു വാക്യം ഞാനിവിടെ ഒന്ന് പരാമർശിക്കുകയാണ്. 26-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്. ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ടതില്ല എന്ന് കരുതുകയാണ്. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. ഇത് ദാവീദ് വിനയത്തോടെ ദൈവസന്നിധിയിൽ ചെയ്യുന്നതായൊരു പ്രാർത്ഥനയും പരിശോധനയുമാണ് എന്ന് നമുക്ക് അറിയാം. ഈ വാക്യം ഒരു ഇംഗ്ലീഷ് വേർഷനിൽ വായിക്കുന്ന ലോർഡ് ക്രോസ് എക്സാമിൻ മീ, ടെസ്റ്റ് മൈ മോട്ടീവ്സ് ആൻഡ് അഫക്ഷൻസ് ടു. ഏറിയ വർഷങ്ങൾക്ക് മുമ്പ്
എന്നെ വളരെ സ്പർശിച്ചതായ ഒരു വാക്യമാണിത്. അവിടെ ദാവീദ് ദൈവസന്നിധിയിൽ നിന്ന്, കർത്താവേ എന്നെ കുറ്റവിചാരണ ചെയ്യണമേ, എൻ്റെ ലക്ഷ്യങ്ങളും പ്രതിപത്തികളും പരിശോധിക്കണമേ. ഈ വാക്യം നമ്മൾ എല്ലാ ആഴ്ചയിലും പ്രയോജനപ്പെടുത്തുന്നവരാണെന്നാണ് എൻ്റെ വിചാരം. നമ്മൾ കർത്തൃമേശ എടുക്കാനായിട്ട് വരുന്നതിന് മുമ്പ് നാം തന്നെത്താൻ ശോധന ചെയ്യണം. പിന്നെ വേറൊരു പ്രയോഗമുണ്ടല്ലോ, നമ്മെ തന്നെ, ഒന്ന് പറയാമോ അടുത്ത വാക്ക്? വിധിക്കണം. നമ്മെ തന്നെ വിധിക്കണം. അതിൻ്റെ വേറൊരു വശമാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കുറ്റവിചാരണ ചെയ്യാനായിട്ട് അനുവദിക്കണം. അപ്പോൾ ഈ വാക്യത്തിൽ ദാവീദ് തൻ്റെ ദൈവത്തോട് പറയുന്നത്, ദൈവമേ എന്നെ കുറ്റവിചാരണ ചെയ്യണം, ക്രോസ് എക്സാമിൻ ചെയ്യണം. ഒരു കോടതി ഭാഷയാണത്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുക, എന്നെ കുറ്റവിചാരണ ചെയ്യണം. അത് അങ്ങ് ചെയ്താലേ ശരിയാവുകയുള്ളൂ. കാരണം രണ്ട് കാര്യങ്ങൾ അടുത്ത വാചകത്തിൽ ദാവീദ് എടുത്തു പറയുന്നത്, എൻ്റെ ലക്ഷ്യങ്ങളും എൻ്റെ പ്രതിപത്തികളും അങ്ങ് പരിശോധിക്കണം. അപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഇത്രയും വർഷമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുമായിരിക്കാം. പക്ഷെ നമ്മളൊരു ശുശ്രൂഷ കേൾക്കുമ്പോൾ അതിൻ്റെ പിമ്പിലുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളത് സാധാരണ നിലയിൽ നമുക്ക് മനസ്സിലാകാൻ പ്രയാസമാണ്. ആ ലക്ഷ്യത്തിൽ തെറ്റുപറ്റാനുള്ളതായ സാധ്യത വളരെ അധികമാണ്. അതിന് ഉദാഹരണങ്ങളൊന്നും പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ലക്ഷ്യത്തിൽ തെറ്റിയാൽ വചനശുശ്രൂഷ കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോഴൊക്കെ മനസ്സിലാകുമായിരിക്കാം, പക്ഷെ മനസ്സിലാകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ ലക്ഷ്യങ്ങളിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാക്കി തരണം. സാധാരണ പറയും, ചില ആളുകളൊക്കെ ചില കാര്യം ചെയ്യുമ്പോൾ ആളുകൾക്ക് സാധാരണ തോന്നുന്നതായിരിക്കില്ല അതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഉള്ളിൽ ചില ഹിഡൻ അജണ്ടകൾ ഉണ്ടായിരിക്കും, രഹസ്യമായി സൂക്ഷിക്കുന്ന ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. ദൈവത്തിന് പോലും അറിയാമെന്ന് അവർക്ക് വിചാരം ഉണ്ടാകാനുള്ളതായ സാധ്യത ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദാവീദിന് ആ വലിയ അറിവുണ്ട്. എൻ്റെ ദൈവത്തിന് എല്ലാം അറിയാം, എൻ്റെ ഹൃദയ വിചാരങ്ങൾ വളരെ കൃത്യമായിട്ടറിയാം. എൻ്റെ ഉള്ളിലുള്ളതായ ലക്ഷ്യം തെറ്റാണെങ്കിൽ എൻ്റെ ദൈവത്തിനതറിയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോടതിയിൽ തന്നെ നിർത്തിക്കൊടുത്തിട്ട് ദാവീദ് ദൈവത്തോട് പറയുക, എന്നെ കുറ്റവിചാരണ ചെയ്യണം, എൻ്റെ ലക്ഷ്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ എനിക്കത് കാണിച്ച് തരണം. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമുക്ക് ഓരോ കത്ത് ദിവസത്തിലും കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കുകൊള്ളുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇങ്ങനെ നമ്മെ തന്നെ കുറ്റം വിധിച്ച് നമ്മുടെ കുറവുകൾ കാണിച്ചു തരേണ്ടതിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ വാക്ക് വന്ന് ഒത്തിരി പ്രായോഗിക പ്രസക്തമാണെന്നുള്ളത് കൊണ്ട് ഒന്ന് ചേർത്ത് പറയുകയാണ്. എൻ്റെ ലക്ഷ്യങ്ങളും പ്രതിപത്തികളും ആ വാക്ക് എത്രയോ പ്രധാനപ്പെട്ടൊരു വാക്കായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് എന്തിനോടാണ് സ്നേഹം, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്, അത് ദൈവം കുറ്റവിചാരണ ചെയ്യണം എന്ന് ദാവീദ് ദൈവത്തോട് പറയുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ അനേക സുവിശേഷങ്ങൾ അനേകവട്ടം ആവർത്തിച്ച ഒരു വാചകം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എന്നെക്കാളധികം അപ്പനെയോ അമ്മയെയോ ഒരു ദീർഘമായ ലിസ്റ്റ് പറയുന്നുണ്ട്. പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല.
അപ്പോൾ എനിക്ക് കർത്താവിനോടാണോ സ്നേഹം, സമ്പത്തിനോടാണോ സ്നേഹം, എനിക്ക് കർത്താവിനോടാണോ സ്നേഹം, എൻ്റെ അപ്പനോടാണോ സ്നേഹം, അത് കൂടുതൽ ആരോടാണ് എന്നുള്ളത് കർത്താവിന് മാത്രമേ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ലക്ഷ്യങ്ങളും എൻ്റെ പ്രതിപത്തികളും അങ്ങ് പരിശോധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഇപ്പോൾ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, വളരെ നല്ല കാര്യങ്ങൾ തെറ്റായ ലക്ഷ്യത്തിൽ ചെയ്യാനുള്ളതായ സാധ്യതയുണ്ട്. കാര്യമൊക്കെ നന്നായി ചെയ്തു എന്ന് നമുക്ക് തോന്നും, പക്ഷേ തെറ്റായ ലക്ഷ്യത്തിൽ ചെയ്യുന്നതായ കാര്യം, ആ കാര്യത്തിൽ ദൈവം പ്രസാദിക്കുകയില്ല. ദൈവം പ്രസാദിക്കുകയില്ല, ദൈവത്തിന് വിളങ്ങുകയില്ല. മനുഷ്യദൂരം അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും, ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് വളരെ അറപ്പായിട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആളുകളുടെ കയ്യടിയോ അവരുടെ അംഗീകരണമോ ഇതൊന്നുമല്ല വിഷയമായിരിക്കുന്നത്. പിന്നെയോ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഹൃദയങ്ങളെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതായ, ദൈവത്തിന് പ്രസാദകരമായിട്ട് തീരുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. നമ്മുടെ ഈ കാര്യം വിശ്വസ്തയോടു കൂടി കർത്തൃമേശ ആചരണത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ആളുകളാണ് എന്ന് വരികിൽ, നമുക്ക് തെറ്റായ ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് അതിന്മേൽ വിജയം വരിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകട്ടെ. ഞാനിവിടെ വളരെ പ്രസിദ്ധമായൊരു വാക്യം കൂടി ഈ ബന്ധത്തിലൊന്ന് ചേർത്ത് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ശിഷ്യപ്പെടുത്തിയ, ഏറ്റവും നന്നായി ശിഷ്യപ്പെട്ട വ്യക്തിയായിരുന്നു തിമോഥെയോസ്. പൗലോസ് അതിൻ്റെ സാക്ഷ്യം പല സ്ഥലത്തുമൊക്കെ പറയുന്നുണ്ട്. മറ്റ് പലരും ശിഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തിമോഥെയോസ് അതിൽ ഒന്നാമനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫിലിപ്പിലേനത്തൊരു വാക്യമുണ്ടല്ലോ, എനിക്ക് തുല്യചിത്തനായി, ഓർക്കേണ്ട അടുത്ത വാക്ക്, വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ അത് തിമോഥെയോസിന് കിട്ടിയൊരു വലിയ സർട്ടിഫിക്കറ്റായിട്ടാണ് ഇരിക്കുന്നത്. കാരണം വേറെ പലരുമൊക്കെ ശിഷ്യത്വത്തിൻ്റെ വഴി വന്നിട്ടുണ്ടെങ്കിലും പൗലോസിന് ഏറ്റവും തൃപ്തികരമായ നിലയിൽ ശിഷ്യത്വം പ്രയോജനപ്പെടുത്തിയ വ്യക്തിയായിരുന്നു തിമോഥെയോസ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കാം. നമുക്കൊന്ന് വായിക്കാനേ ശ്രമിക്കുന്നുള്ളൂ, അല്ലാതെ അത് വിശദീകരിക്കാനായിട്ട് പല ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും. നിങ്ങൾ സ്വന്തം ധ്യാനിച്ചാൽ മതി. 2 തിമോഥെയോസ് 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ഞാൻ 1-2 വാചകമൊന്ന് പറയാം. പൗലോസിൽ നിന്ന് തിമോഥെയോസ് സൂക്ഷ്മതയോടെ അനുകരിച്ചതായ 9 കൂട്ടം കാര്യങ്ങൾ ആ 2 വാക്യത്തിലായി പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുന്നത് യു ഹാവ് കെയർഫുള്ളി ഫോളോഡ് മൈ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാണ് ആ വാക്യം തുടങ്ങുന്നത്. അപ്പോൾ നീ സൂക്ഷ്മതയോടെ എന്നെ അനുകരിച്ച 9 കാര്യങ്ങൾ എടുത്തു പറയുക. നമുക്ക് ആ ലിസ്റ്റ് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ചിന്തിച്ചു വരുന്ന കാര്യം അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വായിക്കാം 10-11 വാക്യങ്ങൾ. ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ആ കണ്ടറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നീ സൂക്ഷ്മതയോടെ ഇത് അനുകരിച്ചിരിക്കുന്നു എന്ന് പറയുക. നമ്മൾ ചിന്തിച്ച കാര്യമുണ്ടോ അതിനകത്ത്? ആ ഉദ്ദേശം,
അപ്പോൾ പൗലോസ് തിമോഥെയോസിനെ എഴുതുമ്പോൾ പറയുക, നീ 9 കൂട്ടം കാര്യങ്ങളിൽ എന്നെ സൂക്ഷ്മതയോടെ അനുകരിച്ചിട്ടുണ്ട്. എന്ത് നല്ല ഗുരുവാണ് പൗലോസ്. ഞാനത് ഓർത്ത് അത്ഭുതപ്പെടേണ്ടതായിട്ട് തീർന്നിട്ടുണ്ട്. തിമോഥെയോസിൻ്റെ ജീവിതത്തെ ശ്രദ്ധിക്കുമ്പോൾ പൗലോസിൽ നിന്നും തിമോഥെയോസ് പകർത്തിയതായ വളരെ പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ, ഇത് കൂടാതെയും കാണുമായിരിക്കും കേട്ടോ, എന്നാൽ ഗുണങ്ങൾ പൗലോസ് ഇവിടെ 9 കൂട്ടം കാര്യങ്ങൾ എടുത്ത് പറയുകയാണ്. അതിൽ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. പൗലോസിൻ്റെ ഉദ്ദേശശുദ്ധി തിമോഥെയോസിന് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ആളുകൾ അടുത്തിടപഴകുമ്പോൾ ഉദ്ദേശശുദ്ധി വളരെ കൃത്യമായിട്ട് മനസ്സിലാകുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ അങ്ങനെ ഉള്ള 9 കാര്യങ്ങൾ പറയുമ്പോൾ മൂന്നാമത് പറയുന്നത് ഇതാണ്. ഇതിൽ ഓരോന്നും വിശദീകരിച്ചാൽ നല്ലതാണ്, എന്നാൽ നിങ്ങൾ സ്വന്തമായിട്ടത് ധ്യാനിക്കണം. പൗലോസിൻ്റെ ഡോക്ട്രിൻ, ഉപദേശം. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനെക്കുറിച്ചൊരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളൊരു വ്യതിചലനം പിതാക്കന്മാർ പഠിപ്പിച്ച ഉപദേശത്തിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുകയാണ് ആളുകൾ. ചെറിയ അത് ചിലപ്പോൾ ദുരുപദേശമായിരിക്കുകയില്ല, പക്ഷേ അതിന് പൗലോസ് പ്രവൃത്തികളുടെ 20-ാം അധ്യായത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അത് വിപരീത ഉപദേശം എന്ന് പറഞ്ഞാൽ അത് ദുരുപദേശമാണെന്ന് നിർബന്ധമില്ല, പക്ഷേ പിതാക്കന്മാർ മുതലൊക്കെ സൂക്ഷിച്ച ആ പഥ്യമായ ഉപദേശത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തുകയാണ്. ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലാതെ എന്താണ് ലക്ഷ്യം എന്നുള്ളത് പൗലോസ് പ്രവൃത്തി 20 പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ ലക്ഷ്യം എന്താണെന്ന്? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയണം. പ്രിയപ്പെട്ടവരെ, ഇതിപ്പോൾ വളരെ വ്യാപകമായിട്ട് നമ്മുടെ വിശ്വാസക്കൂട്ടത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ചെറിയ ചെറിയ ആചരണത്തിലുള്ള വ്യത്യാസങ്ങൾ പഠിപ്പിച്ചും പറഞ്ഞും തങ്ങളുടെ കൂടെ ആളുകളെ കൂട്ടാനായിട്ടുള്ളതായ വലിയ ശ്രമം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നല്ല ശിഷ്യത്വത്തിൽ നാം കാണുന്നത് പൗലോസ് പറയുകയാണ്, നീ എൻ്റെ ഉപദേശം അതുപോലെ സൂക്ഷ്മതയോടെ അനുസരിച്ചിരിക്കുകയാണ്. നല്ല ഗുരുശിഷ്യ ബന്ധത്തിൽ ആ പൗലോസിൻ്റെ ഉപദേശം അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ കൃത്യമായി തിമോഥെയോസ് സൂക്ഷിച്ചു എന്നുള്ളതായ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അടുത്ത വാക്കും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നടപ്പ് എന്നുള്ളതിന് ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ ഉപയോഗിക്കുന്നത് മാനർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതശൈലി. പൗലോസിനൊരു ജീവിതശൈലിയുണ്ട്. പൗലോസിൻ്റെ ജീവിതശൈലി നമ്മളെല്ലാവരും പഠിച്ചാൽ നല്ലതാണ്. വിപ്ലവകരമായ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പൗലോസിനൊരു വ്യത്യസ്തമായ ജീവിതശൈലിയാണ്. അത് പഠിച്ചാൽ ഇന്ന് അനേകർ പറയുന്നതായ ഈ പ്രോസ്പെരിറ്റി ഗോസ്പലിൽ നിന്നും യാതൊരു വിലയും ഉണ്ടാവുകയില്ല. ആരും ആ കണിയിൽ പെടുകയില്ല. കാരണം സുവിശേഷത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായി സാക്ഷ്യം വഹിച്ച ഈ പടയാളിയുടെ ജീവിതശൈലി എത്രയോ വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഉപദേശം പഠിക്കാൻ പിന്നെ എളുപ്പമുണ്ട്. ജീവിതശൈലി പിൻപറ്റുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പല പരിമിതികളും ഏറ്റെടുക്കത്തക്കവണ്ണം സാധാരണ മറ്റുള്ളവർ ചെയ്യുന്ന പലതും ചെയ്യാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കത്തക്കവണ്ണം വില കൊടുക്കേണ്ടതാണ്. പക്ഷെ തിമോഥെയോസ് അങ്ങനെ വില കൊടുക്കുന്ന വ്യക്തി ആയിരുന്നു. താഴെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. ദീർഘക്ഷമയും സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ നമ്മൾ കൂടെ ചിന്തിക്കാറുണ്ടല്ലോ. ഒരു സഭയിലെ ആത്മീക നേതൃത്വത്തിന് ദീർഘക്ഷമയുണ്ടെങ്കിൽ
സ്നേഹമുണ്ടെങ്കിൽ, സഹിഷ്ണുതയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് നിശ്ചയമായിട്ടും അവർ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും, വലിയൊരു പാഠമായിരിക്കും. അതുകൊണ്ട് പൗലോസ് ഇവിടെ നൽകുന്ന ഈ വാക്കുകൾ എത്രയോ മനോഹരമായിട്ടുള്ള വാക്കുകളായിട്ടാണ് ഇരിക്കുന്നത്. ഞാനൊരു ഉത്തരവാദിത്വം സഹോദരിമാരെ കൂടെ ഉൾപ്പെടുത്തി പറയട്ടെ. നമ്മൾ ശിഷ്യത്വത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കും, നമുക്ക് പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്താനായിട്ട് ഏറ്റവും എളുപ്പം ആരെയാണ്? നമ്മൾ കൂടെ കൂടെ ഓർക്കണതല്ലേ? മക്കളെയാണ് പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്താൻ ഏറ്റവും എളുപ്പം. അതിൽ കൂടുതൽ എളുപ്പം അമ്മമാർക്കാണ്. കാരണം അമ്മമാരോട് കൂടിയാണ് മക്കൾ അധിക സമയവും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തുക എന്ന് പറയുന്നത് എത്രയോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അത് നന്നായിട്ട് നിർവഹിച്ചാൽ നമ്മുടെ അടുത്ത തലമുറ നിശ്ചയമായിട്ടും ശിഷ്യത്വത്തിൻ്റെ പാതയിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ ഇടയായിട്ട് തീരും. ഞാൻ പ്രാർത്ഥനാപൂർവം ഒരു വാചകം പല വേദികളിലും ഞാൻ പറയാറുള്ളൊരു വാചകമാണ്, അതിവിടെ ഒന്ന് പറയണം എന്നാഗ്രഹിക്കുകയാണ്. മാതാപിതാക്കളുടെ ജീവിതമാണ് മക്കൾക്കുള്ള ആദ്യത്തെ പാഠപുസ്തകം. കാരണം മാതാപിതാക്കൾ ഈ പറയുന്ന ഗുണങ്ങളുള്ളവരായിട്ടാണ് ജീവിക്കുന്നത് എന്ന് വരികിൽ ഒത്തിരി പഠിപ്പിച്ചില്ലെങ്കിലും, പഠിപ്പിക്കണം കേട്ടോ, പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്താൻ കൽപ്പനയുണ്ട്. പഠിപ്പിക്കുന്നതിന് എൻ്റെ പ്രാധാന്യം കുറച്ചല്ല ഞാനിത് പറയുന്നത്. ഇതിൽ ഒത്തിരി പഠിപ്പിച്ചില്ലെങ്കിലും അവർക്കുള്ള ആദ്യ പാഠപുസ്തകം മാതാപിതാക്കളുടെ ജീവിതമായിരിക്കും. എനിക്കെൻ്റെ അമ്മയുടെ വേർഷനാണ് ഏറ്റവും ഇഷ്ടമെന്ന് ഉത്തരം പറഞ്ഞൊരു മകൻ്റെ കാര്യം നമ്മൾ ഇടയ്ക്ക് ഓർക്കാറുണ്ടല്ലോ. ഒത്തിരി വേർഷൻസ് ഉണ്ട് ബൈബിളിൽ, ഇംഗ്ലീഷിൽ ബൈബിളിന്, ഇപ്പോൾ മലയാളത്തിനും വേർഷൻസൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പയ്യനോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടം ഏത് വേർഷനാണ്? അവൻ്റെ ഉത്തരം, ഐ ലൈക്ക് മൈ മദേഴ്സ് വേർഷൻ. എൻ്റെ അമ്മയുടെ വേർഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവൻ്റെ അമ്മ ബൈബിൾ പരിഭാഷ ചെയ്തിട്ടൊന്നും ഇല്ല, പക്ഷേ ഒരു ബൈബിൾ പരിഭാഷയായിട്ട് അവൻ്റെ അമ്മ അവൻ്റെ വീട്ടിൽ ജീവിക്കുന്നത് അവനെ ഏറെ സ്വാധീനിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് അങ്ങനെ അനുകരിക്കാവുന്ന മാതൃകയായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാനൊരു ചെറിയ മുന്നറിയിപ്പും കൂടെ ഈ കൂട്ടത്തിൽ പറയുകയാണ്. ഇന്ന് ഞാൻ വായനത്തിന് മുമ്പിൽ ഇരുന്നപ്പോൾ അത് ഓർക്കാനിടയായി തീർന്നു. പൗലോസിനെ തിമോത്തിയോസിന് അനുകരിക്കാൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 1 കൊരിന്ത്യർ 11:1 അതിൻ്റെ ഉത്തരമാണ്. എന്താണ് ആ വാക്യം? ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുമെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവദാസനാണ് അദ്ദേഹം. പക്ഷേ എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരികയില്ല. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നടത്തുന്നവരെ അനുകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കുന്നുണ്ട്, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. അപ്പോൾ എല്ലാവരെയും അങ്ങനെ കണ്ണുമടച്ച് അനുകരിക്കാൻ പറ്റി എന്ന് വരികയില്ല. പൗലോസിനെ പോലെ നമുക്കായി തീരാനായിട്ട് ശ്രമിക്കാം. ആളുകൾക്ക് ഒത്തിരി വിവേചനം കൂടാതെ അനുകരിക്കാവുന്ന ജീവിതങ്ങളായിട്ടിരിക്കത്തക്കവണ്ണം നമുക്ക് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ മനുഷ്യരിൽ ചിലപ്പോൾ ചില കുറവുകളൊക്കെ വരുമായിരിക്കാം, പക്ഷേ ആരിൽ കുറവുണ്ടാവുകയില്ല? നമ്മുടെ ഗുരുനാഥനിൽ യാതൊരു കുറവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നമ്മുടെ ഗുരുവിനെ പോലെയാണ് ആയിത്തീരേണ്ടിയിരിക്കുന്നത്. അതാണല്ലോ നമ്മുടെ ഈ പഠനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മളുടെ ലക്ഷ്യത്തിൽ നമ്മൾ തെറ്റുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ അത് വിശ്വസ്തമായി നിവർത്തിക്കുന്നു എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയിലും ഉറപ്പുവരുത്താം. മനുഷ്യരെ പ്രസാദിപ്പിക്കാനുള്ള പരീക്ഷയിലേക്ക് നമ്മൾ വശീകരിക്കപ്പെടുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പുവരുത്തിയാൽ നമുക്ക് സ്വർഗത്തിലുള്ള പ്രതിഫലം ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് തെറ്റ് പറ്റിയാൽ വരുന്ന നഷ്ടം വളരെ വലിയ നഷ്ടമായിരിക്കും.
അതിൻ്റെ കണ്ണുനീർ നിത്യതയിലായിരിക്കും വരുവാനിടയായിട്ട് തീരുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാ സൂക്ഷ്മതയോടും കൂടെ ഇവിടെ ആയിരിക്കാം. അടുത്ത ആവർത്തിക്കുന്ന പ്രയോഗം ഇതിനോട് ബന്ധമുള്ളതാണ്. അതും കൂടി അതിൽ പറഞ്ഞ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. 3 വട്ടം ആവർത്തിക്കുന്ന മറ്റൊരു പ്രയോഗമുണ്ട്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലുണ്ട്, 6-ാം വാക്യത്തിലുണ്ട്, ഒടുവിലത്തെ വാക്യത്തിലുണ്ട്. ഒടുവിലത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർഷൻ്റെ ഒടുവിലത്തെ വാക്യം 18-ാമത്തെ വാക്യത്തിലും നമ്മൾ അത് കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഈ വാചകത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരു ചെറിയ ഗ്രഹപാഠം എഴുതാൻ പറ്റിയാൽ നല്ലതാണ്. നിങ്ങൾക്കും അത് പഠിക്കാൻ പറ്റും. നമുക്കത് പ്രയോജനകരമാണെന്ന് തോന്നിയാൽ എന്നോട് പറഞ്ഞാൽ നമുക്കത് ഒരുമിച്ച് ധ്യാനിക്കാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ സൂക്ഷ്മതയോടെ നിന്നാൽ ഒരു വാഗ്ദത്തം നമ്മുടെ കർത്താവ് ഈ ഭാഗത്ത് തന്നെ ആവർത്തിച്ചുറപ്പിക്കുകയാണ്. സ്വർഗീയ പിതാവ്, രഹസ്യത്തിൽ കാണുന്ന സ്വർഗീയ പിതാവ് പ്രതിഫലം നൽകും. ആ വാഗ്ദത്തത്തിന് ഒരു വ്യത്യാസവും ഉണ്ടാകുകയില്ല. എബ്രായർ 10 നമ്മൾ കൂടെ ഓർക്കുന്ന പോലെ തൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം ദൈവം ആരല്ല, അനീതിയുള്ളവൻ അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്നിട്ടുള്ളതായ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചാൽ, ലക്ഷ്യം തെറ്റാതെ വളരെ സൂക്ഷ്മതയോടെ നിർവഹിച്ചാൽ നിത്യതയിൽ അതിൻ്റെ പ്രതിഫലം സമൃദ്ധിയായി കണ്ട് നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകയോടെ ചേർത്ത് ഓർക്കാം. സ്വർഗരാജ്യത്തിൽ അവർ ഏറ്റവും അടുത്ത വാക്കൊന്ന് പറയുന്നു, അവർ ഏറ്റവും വലിയവരായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭാഗത്ത് നമ്മുടെ ഗുരുനാഥൻ തരുന്ന ആ മുന്നറിയിപ്പ് ഉൾക്കൊള്ളുവാനും ഈ പാഠത്തിലുള്ള വാഗ്ദത്തം ഉറപ്പായി വിശ്വസിക്കുവാനും നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കി ഓരോ ശുശ്രൂഷകളും നിർവഹിക്കുവാൻ, കർത്താവിൻ്റെ മഹത്വം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കാൻ, ശുശ്രൂഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.